ആർച്ചമോളെയും ഭദ്രമോളെയും നീ തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ലേ ചീരു? സരോജിനി ആന്റി കുറച്ചു ദിവസം ഇവിടെ കാണില്ല, അവരുടെ മകളുടെ വീട്ടിൽ പോകുന്നു പറഞ്ഞു. സരോജിനി ആന്റി അല്ലേ പോകുന്നേ? അമ്പിളി ചേച്ചി പോകുന്നില്ലല്ലോ. മക്കളെ ഇവിടെ കഴിയുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ ഡെലിവറി കഴിയുന്നവരെ അമ്പിളി ചേച്ചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത്രയും കാലം എല്ലാവർക്കും വേണ്ടി അമ്പിളി ചേച്ചി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. ഇനി അത് പറ്റില്ല മോളെ. എനിക്കും എന്റേതായ ഒരു ജീവിതം ഉണ്ടാവണം. അച്ഛൻ പറഞ്ഞതുകൊണ്ട് വിഷു കഴിയാൻ കാത്തു നിൽക്കാൻ ഞാൻ. നാളെ തന്നെ ഞങ്ങളുടെ കാര്യത്തിലേ അച്ഛനൊരു തീരുമാനം ഉണ്ടാക്കിയ ഞാനും രഘുവേട്ടനും ലച്ചുമോളെയും കൊണ്ട് വീട്ടിൽ നിന്ന് പോവും. രഘുവേട്ടനും അമ്പിളി ചേച്ചിക്കും വേണ്ടി ഈ വീടാണ് അച്ഛൻ തരുന്നെങ്കിലോ? മൂത്ത മകളും മരുമകനും കുടുംബ വീട് നോക്കട്ടെന്നേ അച്ഛൻ തീരുമാനിക്കൂ. ആ എങ്കിലത് നമ്മുടെ അച്ഛന്റെ കുനിഷ്ഠ ബുദ്ധിയാണെന്നേ ഞാൻ പറയൂ. കുനിഷ്ഠ ബുദ്ധിയോ? അതെ, അല്ലാതെ പിന്നെന്താ? മൂത്ത മകൾക്ക് കുടുംബ വീട് എഴുതി കൊടുത്താ കുടുംബം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന അച്ഛൻ അറിയാം. ആര് വന്നാലും അവരെ സ്വീകരിച്ചിരുത്താൻ അവിടെ അമ്പിളി ഉണ്ടാവുമല്ലോ. അതിന് ഞങ്ങളാരും ഇങ്ങോട്ട് വരാതിരുന്നാ പോരെ ചേച്ചി? ആ അങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ വീടേ എനിക്കും എന്റെ കുടുംബത്തിനും ചോറ് തരില്ല. അതിന് രഘുവേട്ടന് ആദ്യം ഒരു ജോലിയല്ലേ വേണ്ടേ? അതച്ഛൻ ശബരിക്ക് കൊടുത്ത കാശ് തിരിച്ചു തരുമ്പോ രഘുവേട്ടന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമായിരിക്കും ചേച്ചി. ശബരേട്ടൻ എന്തിനാ പണം തിരിച്ചു കൊടുക്കുന്നത്? അതൊന്നും ഉടനെ നടക്കുമെന്ന് കരുതണ്ട. ശബരേട്ടന്റെ ബിസിനസ് വീണ്ടും ഒന്ന് പച്ചപിടിച്ച് വരുന്നതല്ലേ ഉള്ളൂ. ആ നിങ്ങളൊക്കെ പച്ച പിടിക്കുമ്പോ ഞാനും രഘുവേട്ടനും ഇല കരിഞ്ഞ് പടുമരങ്ങളായിക്കൊണ്ടിരിക്കതേ. അന്ന് അച്ഛൻ രഘുവേട്ടന് വേണ്ടി വെച്ച് നീട്ടിയ കാശ എടേ കേറി വന്ന് നീയും ശബരിയും കൂടെ വന്ന് മേടിച്ചോണ്ട് പോയത്.